ആവശ്യമില്ല അച്ഛാ. അത് തന്നെയാ നിനക്ക് നല്ലത്. മോളെ, ജീവിതം എന്ന് പറയുന്നത് ഒരു കളിയല്ല മോളെ. അച്ഛന്റെ ബേജാറ് എനിക്കറിയോ. അച്ഛനല്ല ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത്. അതൊക്കെ എന്തിനാ ഓളറിയുന്നത്? ഞാനിനി എന്താണ് അമ്മ ചെയ്യേണ്ടത്? തൂങ്ങിച്ചാവണോ? അതെടി, എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ വല്ല കിണറ്റിലും പോയി മുങ്ങിച്ചാവ്. ഇതുപോലുള്ളവര് അതാ ചെയ്യാ. എന്താ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചോനെ? എടി, എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഇതുപോലുള്ള മക്കളുണ്ടായത് ഭ്രാന്തല്ല, അതിലപ്പുറം പിടിക്കും. മിണ്ടി പോകരുത്. കരി കയറിയിരിക്കാണ് മോളെ. അവിടെ നിന്ന് ഒറ്റക്കങ്ങ് തുള്ളിക്കോട്ടെ, അത് അടങ്ങിക്കോളൂ. എന്താണോ ഒന്നും ഉണ്ടാണ്ട് പന്തം കണ്ടമായിരിക്കുന്നത്? എനിക്ക് വിളിച്ചാലൊന്നും മുണ്ടിക്കൂടെ? അല്ല, ഞാനിങ്ങനെ വരുന്ന വഴിക്ക് ചില വർത്താനൊക്കെ കേട്ട് ആ കൂട്ടത്തില് എന്റെ മോളിൽ ഇതിനെ പറ്റി ചിലതൊക്കെ കേട്ട്. എന്ത് കേട്ടെന്ന്? ഞാൻ പറയല്ലോ, ഈ തേങ്ങ വലിക്കുന്ന വേലായുധൻ, ഇത് ഞാനും വേലായുധൻ, ആ വേലായുധൻ പറഞ്ഞതാ. പക്ഷെ ഞാനത് അത്ര കാര്യമാക്കിയില്ല. പക്ഷെ എന്റെ മോളെ കാര്യം അതിനെ കൊണ്ട് എനിക്ക് ഒന്ന് അതിൽ വല്ല ശരിയുണ്ടോന്ന് അറിയണ്ടേ, അതുകൊണ്ട് പറഞ്ഞതാ. അത് ശരിയാണ്. തനിക്കെന്താ വേണ്ടത്? അപ്പൊ ശരിയല്ലേ? കണ്ണാല നമ്മളെ കോഴ്സിന്റെ മോനും എന്റെ മോളും കൂടി ഇങ്ങനെ ഒരു ചുറ്റി കളിക്കുന്നൊരു കളിയുണ്ടല്ലോ. അത് കാണുമ്പോൾ തോന്നും. എന്ത് തോന്നുന്നു? അല്ല, എനക്ക് ഏതായാലും ഒരു പേര് ദോഷമുണ്ട്. പിന്നെ ഒന്നും കൂടെ വേണമാരണ. എടോ, രക്തബന്ധം, സ്നേഹബന്ധം, ഇതിന്റെ വിലയൊന്നും തനിക്ക് അറിഞ്ഞൂടാ. പോടാ. ഇപ്പൊ എന്റെ വേലയ്ക്ക് കുതിര കയറിയിട്ട് എന്തൊക്കെയാണോ കാര്യമുള്ള പൂച്ചാനെ പിടിച്ച് നായ പോടാ. പോകാനാ പറഞ്ഞത്. ഞാൻ പോവാം. പക്ഷെ വാവുട്ടി എന്റെ മോളും തമ്മിലുള്ള കാര്യമിടാതെ ഇറങ്ങി പോടാ. ഇതടങ്ങാതിരിക്കില്ല. ഒരാളിവിടെ മരിക്കേണ്ടി വരും. താമസിക്കുന്നോളെ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കിറങ്കുള്ളോളെ പങ്കിറങ്കുള്ളോളെ
പൂത്തു നിൽക്കുന്നോളെ പൂത്തു നിൽക്കുന്നോളെ പൂക്കളിൽ റാണിയായി പൂത്തു നിൽക്കുന്നോളെ പൂത്തു നിൽക്കുന്നോളെ താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കിറങ്കുള്ളോളെ പങ്കിറങ്കുള്ളോളെ കാത്തിരുന്ന് കാൽത്തരിച്ചു പോയി കാൽത്തരിച്ചു പോയി കാത്തിരുന്ന് കാൽത്തരിച്ചു പോയി കാൽത്തരിച്ചു പോയി കൺമണിയെ കാണുവാനായി കൺകൊതിച്ചു പോയി കൺകൊതിച്ചു പോയി കണ്ണുകളാൽ കൽബുകളിൽ കല്ലെറിയുന്നോളെ കല്ലെറിയുന്നോളെ താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കിറങ്കുള്ളോളെ പങ്കിറങ്കുള്ളോളെ വമ്പനായി വന്നു വമ്പനായി വന്നു അന്നൊരു നാൾ അമ്പിളിമാൻ വമ്പനായി വന്നു വമ്പനായി വന്നു വന്നു നിന്നെ കണ്ടതോടെ അമ്പരന്നു നിന്നു അമ്പരന്നു നിന്നു കണ്ണുകളാൽ കൽബുകളിൽ കല്ലെറിയുന്നോളെ കല്ലെറിയുന്നോളെ താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കിറങ്കുള്ളോളെ പങ്കിറങ്കുള്ളോളെ പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട് പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട് പൂക്കളിൽ റാണിയായി പൂത്തു നിൽക്കുന്നോളെ പൂത്തു നിൽക്കുന്നോളെ പൂക്കളിൽ റാണിയായി പൂത്തു നിൽക്കുന്നോളെ പൂത്തു നിൽക്കുന്നോളെ താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കിറങ്കുള്ളോളെ പങ്കിറങ്കുള്ളോളെ
എന്തടാ എന്തടാ ആലോചിക്കണ്? ആരുതാടാ എന്റെ കൈമേലുള്ള കത്ത്? ആരാ നീ പറഞ്ഞിട്ട് കാര്യമില്ല ഉമ്മ. എന്ന് പറഞ്ഞാല് അന്റെ മുഖത്തെന്താടാ ഒരു ബേജാറ്? ബാവട്ടെ മര്യാദക്ക് ഇങ്ങോട്ട് പറഞ്ഞ അന്റെ കല്യാണത്തിനെ പറ്റി ബാപ്പ നാലായി കണ്ടിക്കൂല മോനെ. നമ്മളത്രക്കുന്നല്ല എന്റെ ബാപ്പാനോട് പറഞ്ഞിക്കണം. അള്ളാന്റെ വിധി ഉണ്ടെങ്കില് ഒക്കെ എന്റെ പൂതിയോലെ തന്നെ ആവും മോനെ. നിന്റെ പൂതിയോലെ ഇനി ആവും തോന്നുന്നില്ല ഉമ്മ. ആവും മോനെ. ഓല് വലിയ പൈസക്കാരേക്കും. നമ്മളെ തറവാട് പോലെ ഒരു തറവാട് ഓൾക്ക് കാണി കാണാൻ പറ്റോ? അതുമല്ല ജമീല കാണെങ്കിൽ എന്നെ വലിയ പിരിച്ചല്ലടാ. ഇവിടെ വാപ്പ ചോദിച്ചാ ഇവിടെ അത് പറയാണ്ടിക്കോ? അപ്പൊ എന്റെ പൂജയൊക്കെ നടക്കും. ഈ സബൂറാക്കിക്കള മോനെ. ഓളെ ബാപ്പ ചോദിച്ചു, ഓളത് പറയും ചെയ്തുമ്മ. എന്നിട്ട് അയാള് വേറെ ഒന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. എങ്ങനാടാ അത് പറഞ്ഞ്? ഈ കത്ത് അവളുടേതാണുമ്മ. ഓളയച്ചതാണെ കത്ത്? ഓളെങ്ങനാടോ എനിക്ക് കത്തയക്കാം? അത് പാടുണ്ടോ? ഒരു പെണ്ണ് ഒരാടിന് കത്തയക്കേ? ഓക്ക് കത്തെഴുതാൻ കഴിഞ്ഞു. അവൾക്ക് പലതും എന്നെ അറിയിക്കാനുണ്ട്. അടിബമ്പത്തേ ഇജാള് പറഞ്ഞോളെന്നെയാണല്ലോ. ബാവുട്ടെ ഞമ്മക്ക് ഈ കല്യാണം പാട പോലും ഞമ്മളായിട്ട് ഒക്കൂല. എന്റെ ബാപ്പ വരുമ്പോ ഞാനത് പറഞ്ഞോളൂ. എന്താ അമ്മ? ഞമ്മക്കിത് വേണ്ടാന്ന് ഞാൻ പറയുന്നു നിങ്ങക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഇജി പറയുന്നത് ചെലപ്പോ ഞമ്മക്ക് മനസ്സിലാവാൻ വേണ്ടിട്ടോ അല്ല. ഉമ്മ ബാപ്പ ഒന്ന് ആലോചിക്കോ? അതിനാണൊന്ന് പോയിന്നിരിക്കുന്നത്. ഇന്ന് രണ്ടാലൊന്നും ഉറപ്പിക്കാണ്ടിക്കൂല. ഇനി എന്താ നടക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. എന്ത് നടക്കാന്? ഇതല്ലെങ്കിലും വേറെ ഓലൊരു പൈസയും പത്രാസും മയ്യത്തിന്റെ അപ്പരോ ഇതാരങ്ങട്ട് കണ്ടാവൂലോ. ബാപ്പ വരുന്നുണ്ടോ? ഞാനും പോയിട്ട് വരാം. നിങ്ങൾ തന്നെ എന്താ ചോദിച്ചു? പോയ കാര്യം എന്താവാനടി? ദിവസം അങ്ങോട്ട് നിശ്ചയിക്ക, കല്യാണം അങ്ങോട്ട് നടത്താം. അതന്നെ എന്തായി പോയിന്ന്. നിങ്ങൾക്കൊന്ന് മര്യാദക്ക് വർത്താനം പറഞ്ഞൂടെ? നമ്മൾ എന്നോട് ഇപ്പൊ മര്യാദക്കല്ലടി കൂട്ടം പറയുന്നത്. ഇതാപ്പ മര്യാദ? നിങ്ങളെ ഇത് മര്യാദ ആണെങ്കിലേ നമ്മളോട് മര്യാദ അല്ലാണ്ട് അങ്ങോട്ട് കൂട്ടം തന്നെ നല്ലേ. ഓലെന്ത് പറഞ്ഞു? നിങ്ങൾ അർത്ഥം ഇങ്ങോട്ട് പറയും. ഓരെന്ത് പറയാനടി? നമ്മളും കൂടെ അങ്ങോട്ട് ചെന്നപ്പോ ഓർക്ക് വലിയ കാര്യായി. പിന്നെ തക്കാരൊന്നും പറയണ്ട, എടുത്തു വെച്ചതൊക്കെ ഇങ്ങോട്ട് വിളമ്പി ഇന്റെ പള്ളേന്ന് പറഞ്ഞു. അനക്കത് പോരെ? എവിടെടി ബാവുട്ടി? ഇനി കോലാണ് കാണുന്നുണ്ട്. ബാവുട്ടിനെ കാണാലോ? നിങ്ങൾ അതിനെന്തിനാ കുണ്ടവാടി എടുക്കണേ? മാനം കെട്ടടി മനസ്സേ. ഇങ്ങനെയുണ്ട് മക്കള്. ഓന്റെ തോന്നിയാസം കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. അതാ ഓനെന്താക്കിന്ന് നിങ്ങൾ അത് ഇങ്ങോട്ട് പറയും. ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ലടി. അതിനൊക്കെ ഇന്നെ തന്നെ പറഞ്ഞാ മതി. ഒരാണിന് ഒരു പെണ്ണിനെ കെട്ടണം എന്ന് പറഞ്ഞാ സാരില്ല, പോട്ടെ, അങ്ങനൊക്കെ ഉണ്ടാവും. ഇതങ്ങനാണോ? അതിന്റെ ഉള്ളിൽ കയറി തോന്നിയാസം കളിക്കാന്ന് പറഞ്ഞാല് ആണടി. എന്റെ മോനുണ്ടല്ലോ ആ കള്ള ഹമുക്ക് ഓനോക്ക് കത്തയക്കലുണ്ടോനോ? ഒളിഞ്ഞും പതിഞ്ഞും ഓളെ കാണാൻ ചെല്ലലുണ്ടോ? ആർക്കറിയത്? വിചാരിച്ച കൊന്നല്ല കേക്കണ്ടി. ഓന്റെ പൂതി ആടെ മടക്കി പെട്ടിയിൽ വെച്ചോളാൻ പറയണ്ടി. കോയസും കോയന്റെ കഴുത്തുമെത്താനുണ്ടെങ്കിൽ ഇത് നമ്മൾ നടത്തും. ഒരു തെറ്റാണ് ബാപ്പ.
രാജകുമാരൻ വന്ന് തെറ്റല്ലടാ, ശരിയാ. എടാ ഞമ്മക്ക് അങ്ങനെ കാണാൻ പാടുണ്ടടാ. അന്നെ പോലെ എത്ര എത്ര ആൺകുട്ടികൾ നാട്ടിൽ കല്യാണം കഴിക്കുന്നുണ്ടടാ. ഓനൊക്കെ പ്രേമിച്ചിട്ടാണടാ നമുക്ക് ഉണ്ടാ. അതിന് ഞാൻ ജമീലാനെ കണ്ടു എന്നുള്ളത് ഒരു സുന്നത്തായി കരുതി. ഓന്റെ ഭർത്താനം നോക്ക്, ഓന്റെ ഭർത്താനം നോക്ക്. എടാ ഞമ്മക്ക് അങ്ങനെ കാണാൻ പാടില്ല. അക്കാണലും ഇക്കാണലും ഒന്നാണെടാ. ഹൃദയമുള്ളൊരു സ്നേഹിച്ചു പോകും പാപ്പ. അത് കാഫ്രീറ്റിങ്ങളുടെ ഭർത്താനാണ്. ഇത് കേട്ടിക്കുന്നടി, ഓൻ പറയുന്നത് കാഫ്രീറ്റിങ്ങളുടെ ഭർത്താനാണ്. അടാ അന്നെ പോലെ തന്നെ അതിന് ഓളാങ്ങള. അതുകൊണ്ടാണ് ഓളെത്ര ജാസ്തി പഠിപ്പിച്ചത്. എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായടാ എന്റെ ഒലക്കാമല പ്രേമല്ല നോക്ക്. ഞമ്മള് മുണ്ടാന്നിട്ടാണടി ഈ ചേലിക്കായത്. എനിക്കൊരു കല്യാണം വേണ്ട, അന്നാ പോരെ നിങ്ങൾക്ക്. അത് തീരുമാനിക്കാന് ഞാൻ മയ്യത്തായടാ. ഇല്ലല്ലോ, അത് എന്റെ ഇഷ്ടം എന്നോട് പറഞ്ഞു. നമ്മളത് അന്വേഷിച്ച് എന്റെ തോന്നാസം കൊണ്ട് തന്നെ അത് കുന്തത്തുമ്മലായി. ഇനി ഇവിടുത്തെ കാര്യം ഞാൻ തീരുമാനിക്കൂടാ. അത് കേട്ടാ മതി. നിന്നെ പറ്റി പാപ്പി ഒന്നും ആലോചിക്കണ്ട. അത് വേണ്ടപ്പോ ഞാൻ പറയും. അത് വേണ്ടപ്പം എന്ന് പറയുന്നത് എപ്പോഴാണടാ ഞാൻ മയ്യത്തായിട്ടോ? പോത്ത് പോലെ അയക്കുന്നില്ലടാ ഈ. ബാപ്പ എനിക്ക് അല്പം സ്വൈര്യം തരങ്ങള്. നിങ്ങൾ കേട്ടിക്കുന്നോ? നാട്ടുകാരുടെ മുമ്പില് എന്റെ സ്വൈര്യം കെടുത്തിട്ട് ഇപ്പൊ ഞാൻ ഓന് സ്വൈര്യം കൊടുക്കണോ? എന്തിനാടാ ജിന്റെ മോനായിട്ട് തന്നെ എന്റെ മോനായിട്ട് തന്നെ ഉണ്ടായത്. എന്നോട് നമ്മള് പറഞ്ഞതല്ലേ. വിചാരിച്ച ഈ എന്റെ പണി നോക്ക്. ഓനെ ഞാനിന്നൊരു പാഠം പഠിപ്പിക്കും. പഠിപ്പിക്കലൊക്കെ ഇനി പിന്നാത്ത 10-24 കൊല്ലങ്ങൾ പഠിപ്പിച്ചിട്ട് ഏസിയിട്ടില്ലല്ലോ. ചാക്കൻ ദിവസം ചെല്ലും തോറും വസളായി വരും. ബുദ്ധി വെക്കുന്നതിന് മുമ്പ് എന്നൊക്കെ പെണ്ണ് കെട്ടിക്കണ്ടതായില്ലടാ അമ്മക്ക്. ചിങ്ങട്ട് അവസ്ഥക്ക് പോരി പാവട്ടെ. ഈ ബാപ്പാനായിട്ട് വാക്കിന് നിക്കണ്ട, ചിങ്ങട്ട് പോരിട. ഒരു സ്നേഹവും ഹലാക്കിന്റെ അവലും കഞ്ഞി മക്കൾക്ക് തോന്നിയ മക്കളും തണ്ടായിരിക്കും തള്ളായിരിക്കും തോന്നിയ ഓലും. എല്ലാത്തിനും വേണ്ട പണിയുണ്ട്. വിശത്ത് പോയി തൊണ്ടേ. ബാവുട്ടെ എന്താ പാപ്പ? ആലിക്കോയ മൂപ്പന്റെ അവിടുന്ന് വാടക വാങ്ങിനടാ. 2 മാസത്തെ അതുണ്ടാ കള്ള നമുക്ക് തരായ. ഇല്ല, എനിക്ക് നേരം കിട്ടും. അനക്ക് നേരം കിട്ടൂലടാ. അനക്ക് നേരം കിട്ടൂല. അനക്ക് അതിന്റെ ചൂട് പറഞ്ഞൂടാ. എടാ നേരത്തിന് മിണുങ്ങാൻ കിട്ടുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയടാ. ഓനെന്താ പണി? ഓനിപ്പോ ഇവിടെ എന്താ പണി? കിതാബ് വായിക്കാ പെൺകുട്ടിയൊക്കെ കത്തെയ്ത, കിതാബ് വായിക്കാ പെൺകുട്ടിയൊക്കെ കത്തെയ്ത. എടാ ആണാന്നും പറഞ്ഞിട്ട് മീസ വെച്ച് നടന്നാ പോരടാ. ആണാണടാ ഇതൊക്കെ. അപ്പൊ എനിക്ക് സ്വൈര്യം തരൂലടാ, തരൂല. നമ്മൾ എന്തിനാണ് ഇവന് സ്വൈര്യം കൊടുക്കുന്നത്? വയസ്സ് കാലത്ത് എനിക്ക് അന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവും എന്ന് വിചാരിച്ച്. ഇതാണ് ഇപ്പടാ അന്നെ കൊണ്ട് എനിക്കുണ്ടായ ഗുണം. നമ്മൾ സ്വൈര്യം തരണം പോലെ. മനസ്സനെ അനക്ക് കേൾക്കണോ? മനസ്സൻ ഇതുവരെ നാട്ടുകാരെ കൊണ്ട് അയ്യ എന്ന് പറയിപ്പിക്കാണ്ട് ജീവിച്ച്. അതെനിക്കറിയോ? കള്ളപ്പന്നി. ഇനി എന്റെ കാലാണ്. അന്നൊക്കെ ഒറ്റ തല്ലിന് കൊല്ലണടാ. ബാപ്പ, ജിന്നെ ബാപ്പാന്ന് വിളിക്കരുത് ബാവുട്ടി. നിങ്ങളിത് ആലോചിച്ചാണ് ഇതൊക്കെ പറയുന്നത്. പോടാ അവിടുന്ന് ബാപ്പ. അടിച്ചെങ്കിൽ ഉണ്ടായിപ്പോയടി. എന്നോട് പകരം ചോദിക്കാൻ വന്നിട്ടാണ്.
വിചാരിച്ച ഒരു പിടിയും കിട്ടണില്ല. ഇതോൾ അച്ഛൻ അറിഞ്ഞോ? ഞാൻ പറയണ്ടാന്ന് വിചാരിച്ചു വിചാരിച്ച പറയാതിരുന്നാ വല്ല ഗുണമുണ്ടോ? ഞാൻ പറഞ്ഞു ഓൾ അടിച്ചടിച്ച് ചാകാനാക്കിയിരിക്ക. ഇങ്ങനത്തെ ഒരു ചീത്തപ്പരിന് ഉണ്ടാവാനുണ്ടോ? എന്താ കണ്ടിരുന്ന മാതിരി എന്ത് കാണാനാണ് വിചാരിച്ച? ഇന്നലെ ഇന്ന് ഇവിടെ അടുപ്പില് തീ കൂട്ടിയിട്ടില്ല. ആർക്ക് തിന്നാനാ ഉണ്ടാക്കണ്ട്? ഓൾ അച്ഛനാണെങ്കി ഇന്നലെ ഇരുന്ന ഇരുത്ത പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഇന്ന് നേരത്ര ആയില്ലേ? പണിക്കും പോയിട്ടില്ല. എന്താ വിചാരിച്ച ഒന്നും മിണ്ടാത്തെ? നമ്മൾ ആലോചിക്കാണ് മാധവി. ആ കള്ള പന്നിക്ക് പഠിച്ചോനിതിന് കൊടുക്കാനെടുക്കൂല. മാധവി എന്നോട് നമ്മക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മളെ ലീലനെ നല്ലോണം നോക്കിക്കോണ്ടി. എന്നെ പറഞ്ഞിട്ട് ഒരു ഫലം ഉണ്ടാവില്ല. നിങ്ങള് മാപ്പിളേനോടൊന്നും ഇങ്ങോട്ട് വരാൻ പറയോ? ലീലന്റെ അച്ഛൻ ഇങ്ങനെ ഇരുന്നാ പറ്റുമോ? അല്ലെങ്കിൽ എല്ലാരും ഇങ്ങനെ ഇരുന്ന് അങ്ങോട്ട് തീർന്നോട്ടെ. എന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നാണ് എനിക്കും തോന്നുന്നത്. അറിയല്ലേ ബാവുട്ടിന്റെ ബാപ്പാനോട് നമ്മളിങ്ങോട്ട് വരാൻ പറയാ. വന്നാ മതിയോ? ഓലോട് ആരെക്കാരും പറയാ. പിന്നൊരു കാര്യം മാധവി, ഇറ്റിപ്പത് എല്ലാരോടും ഇങ്ങനെ പാടി നടക്കണ്ട. ഇന്നത് പറഞ്ഞിട്ടില്ലാന്ന് വെച്ചാലും നാളത് നാട്ടുകാരറിയില്ലേ? അപ്പോഴറിയുന്ന വിചാരിച്ചിട്ട് ഇപ്പോഴേതിങ്ങനെ പാടി നടക്കണോ? പറയണ്ട മാധവിയെ. ഞങ്ങൾ എന്താ ചെയ്യാൻ വിചാരിച്ച? കാര്യല്ലേ മാധവി, കാര്യല്ലേ? ആ ബാവുട്ടി വരുന്നുണ്ട്. ഇനി ഓരിപ്പത് ഒന്നും കാണില്ല. അതെന്തിനെങ്കിലും ആയിക്കോട്ടെ, അനക്കിപ്പോ എന്താ വേണ്ടിയേ? മനുഷ്യന്മാർ ഒരു കൂട്ടം പറയാൻ തമ്മിൽ അപ്പഴത്തിന് വെച്ച് കൊമ്മാന്ന് പറഞ്ഞു. നിങ്ങൾ ചോറാ കഞ്ഞി എന്തെണ്ടെ തരി, എനിക്ക് പോവാൻ നേരായി. ഇച്ചങ്ങോട്ട് നടന്നോട് വലാലേ, നമ്മൾ വരുന്നേ. എന്താ അമ്മ? എന്നോടല്ലേ പറഞ്ഞത് ഒന്നുമില്ലാന്ന്? അല്ല, കാര്യമായിട്ട് എന്തോ ഉണ്ടല്ലോ. ഓ ഉണ്ടെങ്കിപ്പ നന്നായി. നമ്മളിപ്പോ അത് എന്നോട് പറയുന്നില്ല. എനിക്കതറിയണം. ഇജ്ജത് അറിയണ്ടോന്ന്. എന്താണ് അമ്മ എന്നോട് പറയില്ലേ? മോനെ, എനിക്കത് എന്നോട് പറയാൻ വയ്യ മോനെ. എന്താണ് ഇത്ര വലിയ കാര്യം? അത് അറിയണമെങ്കിൽ ഈ എന്റെ ഉമ്മാനോട് ചോദിക്കും. എന്തായാലും ഞാൻ അറിയുന്നത് കൊണ്ട് എന്താ? ഞാനതങ്ങോട്ട് പറഞ്ഞോടും. പറയുമ്മ. അതന്നെ സൈത്താനെ, അതന്നെ അന്റെ ആ ചങ്ങായില്ലേ, ആ ഹിമാറ് രാഘവൻ, നമ്മളെ ലീലനായിട്ട് വിശ്വാസം കൂടിയേ. ഓൻ എന്താക്കിമ്മ? ഓനിനി എന്താക്കാന്? ഇജ്ജിപ്പൊ നമ്മളെ കൊണ്ട് അത് പറയിപ്പിക്കണ്ട. ഇജ്ജ് നല്ലോണം പഠിച്ചോ. ഇജ്ജൊരാണാ. നമ്മളിപ്പോ അന്നെ പേടിക്കണം എന്നുള്ള നിലയ്ക്ക് നമ്മളിങ്ങനെ വരട്ടെ. നമ്മൾ ആത്തേക്ക് പോട്ടെ മാധവിയെ. എന്താണ്ടാ എനിക്ക്? ചിങ്ങട്ട് നടക്ക്, ചിങ്ങട്ട് പോതോ. ഞാനവളെ ഒന്നും ചെയ്തിട്ടില്ല, ഒന്ന് തൊട്ടിട്ട് പോലുമില്ല. ഞാനിത് അവനോട് ചോദിക്കാതിരിക്കില്ല. അതെന്താണ്ടാ എനിക്ക്? ഈറ്റല്ലേ ചോറ് എന്നും പറഞ്ഞു കളിച്ചത്? എനിക്കിപ്പൊ ചോറ് വേണ്ടേ? ഇങ്ങോട്ട് പോവാട്ടെ. വേണ്ട, നടക്കൂടെ? എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്. എനിക്കിതൊന്നും വേണ്ട. പിടിയില്ല മാധവി, ഞാൻ ആത്തേക്ക് പോട്ടെ. ഈശ്വരാ.